നല്ല പൂക്കളൊക്കെ കാണാം, കടലാസ് പൂക്കൾ. ഇത് പിള്ളേർ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ സൈഡാണ്. ഇതൊക്കെ ബോട്ടിങ്ങിന് പോകാനുള്ള ആൾക്കാരാണ്. ക്രൗഡാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല കേട്ടോ. കൊറോണയൊക്കെ അല്ലേ കാണുന്നു. അൽക്കൂർ കയാക്ക്. ഇടയ്ക്കൂടെ ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. ബോട്ടിൽ ആൾക്കാർ ബ്ലൂ കളറും റെഡ് കളറും കയാക്കും ഒക്കെ ഉണ്ട് ഇവിടെ. സൈക്കിൾ പോലെ ചവിട്ടുന്നുണ്ടല്ലേ. ഇവിടെ നല്ല സീനറി ഉണ്ട്. മലയുടെ മുകളിൽ ഒരേപോലെ പച്ചപ്പിൻ്റെ ഒരേ സ്റ്റൈലിൽ. ഇത് താഴോട്ട് പോകാനുള്ള ഇതാണ്, സ്റ്റെപ്പാണ്. നമ്മളിവിടെയൊക്കെ ഇത് കറങ്ങി നോക്കിയിട്ട് പറയാം. എന്നിട്ട് അത് അങ്ങേ സൈഡിൽ കൂടെ കറങ്ങി വരാം. പല ടൈപ്പിലുള്ള പൂക്കളുണ്ട് ഇവിടെ. ഇത് കടലാസ് പൂവാണ്. ഈ മഞ്ഞ എന്തോന്ന് അറിയില്ല. അവിടെ കയാക്കിങ് നടക്കുന്നുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ മുകളിലാണുള്ളത്. ഇപ്പോൾ വെള്ളം കുറവാണ്. വെള്ളം കൂടുമ്പം എനിക്കൊന്ന് നല്ലപോലെ ഹൈറ്റിൽ വെള്ളം ആ മലയൊക്കെ മുങ്ങുമെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ മലകളൊക്കെ. ഭയങ്കര ക്രൗഡഡായിരുന്നു. പാർക്കിംഗ് ഒന്നും ഇല്ല ഇവിടെ. പാർക്കിംഗ് തന്നെ അങ്ങ് അപ്പുറത്തിട്ടിട്ടാവും നടന്നു വന്ന്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതാ ഈ വെള്ളച്ചാട്ടം വരുന്നുണ്ട്. ഇത് വഴിയാ മുകളിൽ കൂടെ. ഇതാണ് ആ ഡാമിൻ്റെ പേര്. ഇത് ഷാർജ കോർഫുഖാൻ റോഡിൽ, കോർഫുഖാനിൽ ഷാർജയ്ക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട്. അങ്ങ് ദൂരെ കുറേ പച്ചപ്പുണ്ട് മലയുടെ മുകളിൽ. നല്ല രസമുണ്ട് കാണാൻ. ഇതെല്ലാം കല്ല് വെച്ചുണ്ടാക്കിയതാണ് കണ്ടല്ലേ. കല്ലാണ് അത് വെച്ച്, അത് വലിയ വലിയ കല്ല് വെട്ടി വെട്ടി വെച്ചേക്കുക. അല്ല, വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നു. കുറേ ആൾക്കാർ അങ്ങ് ദൂരെ വണ്ടിയൊക്കെ വെച്ചിട്ട് അവിടെ കാണാം. കണ്ടില്ലേ വണ്ടിയുടെ സൈഡ്.
വണ്ടിയുടെ സൈഡിൽ നിന്ന് അവർ വെള്ളത്തിൽ കളിക്കുകയും അവിടെ കുറേ താറാവോ എന്തോ അരയന്നങ്ങളോ എന്തൊക്കെ ഉണ്ട് അവിടെ നിന്ന് അതിനൊക്കെ തീറ്റി കൊടുക്കുന്നു. അതങ്ങ് അക്കരെയാണ്. ഞങ്ങളിനി താഴോട്ട് പോവുകയാണ്. താഴോട്ടിറങ്ങി ചെറിയ സ്റ്റെപ്പാണ്. ഇവിടെ താഴെ ഇവിടെയും ഉണ്ട് താഴെ താറാവും അരയന്നങ്ങളും ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെറുത് കണ്ടില്ല, ആൾക്കാർ അവിടെ നിന്ന് അതിനൊക്കെ ഫുഡുകളൊക്കെ കൊടുക്കുകയാണ്. ഇതിവിടെ വഴിയില്ല, നമ്മൾ തിരിച്ചു കയറുന്നു. സൈഡ് സീൻ എടുക്കാൻ മാത്രമുള്ള സ്ഥലമാണത്. ഞങ്ങളങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങുവാണ്. വഴി ഇത് മെറ്റലാണ്, ചെറിയ മെറ്റൽ കണ്ടില്ലേ, മെറ്റൽ പീസുകൾ. ഇവിടെ വഴി ഇവരുണ്ടാക്കിയതാണ് ആൾക്കാർ ഇത് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ആൾക്കാരൊക്കെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലേ. ഇത് വെള്ളം കുറവാണ് ഡാമിൽ. ഇത് ഇതൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ. വെള്ളത്തിനകത്ത് ഓരോരോ സേഫ്റ്റി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ. കണ്ടില്ല, അതിനപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ താഴെ എത്തി. ബോട്ടിംഗ് ഒക്കെ അങ്ങ് ദൂരെയാണ്. താറാവാന്ന് തോന്നുന്നത്. ഒറ്റയ്ക്കേ ഉള്ളൂ ഉള്ളി. നല്ല രസമുണ്ട്. ഇവിടെ കുറേ താറാവുണ്ട്. ആൾക്കാർ അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് എന്താണെന്ന് ഭക്ഷണം എന്തൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ. എന്താ ഇവിടെ ഫിഷും ഉണ്ട് കേട്ടോ. കാറ്റ് ഫിഷ് കാണാം. ആൾക്കാർ വരുന്നു തീറ്റി എല്ലാം കൊടുക്കുന്നതിനെ. കുറേ ഉണ്ട്. ഇത് തീറ്റി എടുക്കുന്നുണ്ടല്ലേ. ഫുള്ള് കാറ്റ് ഫിഷാന്ന് തോന്നുന്നല്ലേ. അതെ അതെ. ഇവിടെ താറാവും കാറ്റ് ഫിഷും തമ്മിലുള്ള ഇതാണ് മത്സരമാണ് ഇവിടെ തീറ്റിക്കുള്ളത്. നോക്കിക്കേ, തീറ്റി ഇടുമ്പോൾ അതിനെ പിടിക്കുന്നത്. നോക്കിയേ, താറാവ് ഇതുമായിട്ടുള്ളത്. നോക്കിയേ, അടിപൊളി. ഇത് കുറേ ഉണ്ട്. ഇത് താറാവിനൊന്നും പേടിയൊന്നുമില്ല. അതിനെ മീനെ
ഓ ഒരു വലിയ ഒരെണ്ണം വാ വലുത്. മീനുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇതാ താഴേക്ക് വരുന്നുണ്ട്. അതാ നമ്മൾ അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ താറാവും മീനുകളും തമ്മിലുള്ള മത്സരമാണ് തീറ്റയ്ക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, ഓ കുറേ ഉണ്ടല്ലോ ഇത്. നോക്കിയേ, ഓ വലിയ മീനുണ്ട് കേട്ടോ. നോക്ക് വലുത്, വേണ്ട വലുത് വേണ്ട, വലുത് കണ്ടോ. താറാവിനൊന്നും പേടിയൊന്നുമില്ല. പിന്നെ അതെന്തൊരു പ്രത്യേക ടൈപ്പ് താറാവ്, എന്തോ ഇത്? ഇതെന്താ താറാവിൻ്റെ ഒരു പേരെന്ന് തോന്നുന്നു, പേരറിയില്ല കേട്ടോ. വലുതാണത്, ഒരു 4-5 ഉണ്ട്. ഇതാ വലിയ ആൾക്കാർ. ഒക്കെ കൈ കാണിച്ചു കൊടുത്തടാ, കൈ കാണിച്ച്. ഒരു രസമുണ്ട്. ഞങ്ങൾക്ക് ഏതായാലും വന്നത് കാര്യമില്ല. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലൊരു രസമല്ലേ ഇതൊക്കെ കാണുന്നത്. ഒരു നാച്ചുറൽ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ തടാകം, മല, കുറേ താറാവുകൾ, കുറേ മീനുകൾ, ഒരു ഗംഭീര റൈഡ്. നോക്കി, ഇത് പ്രത്യേക ടൈപ്പ് കണ്ടില്ലേ. ഇത് നമ്മുടെ താറാവ്. അതാണ് അതിന് കുത്തുന്നു. ഇതടുത്ത് 4-5 ഉണ്ട്. 1, 2, 3, 4 ഇതൊക്കെ ഫിഷുകൾ. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഫുൾ കാഴ്ചകൾ. ഞങ്ങൾ ഡാമിലിപ്പോൾ ഇറങ്ങി ഇങ്ങേക്കരയെത്തി. ഇവിടെ വെള്ളമില്ല കേട്ടോ, ഇങ്ങേക്കരയിൽ വെള്ളത്തിൻ്റെ. ഞാൻ വെള്ളത്തിലോട്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഇങ്ങേക്കരയിൽ. ഇതാണ് ഡാമിൻ്റെ കാഴ്ചകൾ ഫുൾ. ആൾക്കാരൊക്കെ വണ്ടി കൊണ്ട് ഇപ്പുറത്ത് വന്നിട്ട്. ഇവിടെ തണലുണ്ട്, അപ്പുറത്ത് തണലില്ല, നല്ല വെയിലാണ്, നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഇവിടെ കാണാം, ഇതാ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം, കണ്ടില്ലേ. ഇതാ താറാവിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങ് ദൂരെ ബോട്ടിങ് കാണാം, അങ്ങ് ദൂരെ കണ്ടില്ലേ. ഇതാ ഞങ്ങൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നു പോകുന്നത്. അതിൻ്റെ ഈ ഒരു ഇതുവഴി നടന്ന് ഞങ്ങൾ ഇപ്പുറത്ത് പോകുന്നു. ഞങ്ങളുടെ വണ്ടി ഇതിനപ്പുറത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് കയറാം. അങ്ങനെ ഞങ്ങൾ ഡാമിനോട് യാത്രയിൽ പോവുകയാണ്. കൊറോണ ആയതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും പോയില്ല, ഭയങ്കര ക്രൗഡഡാണ്. ഇനി ഒരിക്കലും വരുമ്പോൾ നോക്കാം ഇതൊക്കെ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ വണ്ടി ഈ റോഡിനപ്പുറത്താണ്. ഇതൊരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് വീക്കെൻഡിലൊക്കെ വരാൻ വേണ്ടി. നല്ല ക്ലൈമറ്റും ഇപ്പോൾ